പാർവതിയുടെ ജോലിയോടുള്ള ആത്മാർത്ഥത ആരും ഇവിടെ ചോദ്യം ചെയ്യില്ല. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? വേണമെങ്കിൽ ഞാൻ മാനേജ്മെന്റിനോട് സംസാരിക്കാം. അതെ, ഇതിന്റെ ഉടമസ്ഥൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അദ്ദേഹം ഒരു ഡിസ്കൗണ്ട് തരാതിരിക്കില്ല. ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോസ് എല്ലാം എടുത്ത് കമ്പനിയുടെ മാനേജർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങൾ സാറിനെ അറിയിക്കാം. ഓക്കെ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിച്ചോളൂ. പാർവതി എന്താ ആകെ വിഷമിച്ച് നിൽക്കുന്ന? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കുഴപ്പമില്ല സർ. കൈലാഷ്, ടൈമായി, ഞാൻ പോട്ടെ. നിനക്കും കമ്പനിയിലേക്ക് പോണ്ടേ? യെസ് ഡാഡി. വാ പോവാ. അരവിന്ദ്, അല്ല, നിങ്ങളെങ്ങനെ തിരിച്ചു പോകുന്നത്? ഞാൻ വേണമെങ്കിൽ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. കൈലാഷ് അങ്കിള് കൈലാഷിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ അത് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. സാരമില്ല സർ, ഞങ്ങൾക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് സാധനങ്ങളും വാങ്ങണം. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം. ഓക്കെ. പാർവതി ഓക്കെ അല്ലേ? കുഴപ്പമില്ല സർ. ഓക്കെ. പിന്നെ പാർവതി. കൈലാഷ്, we are getting late. ശരി, പോട്ടെ, പിന്നെ കാണാം. നീ വാ, നമുക്ക് പോവാം. ഇതിന്റെ വേറെ കോപ്പി ഒന്നും ഉണ്ടാവരുത്. എല്ലാ ഫുട്ടേജസും ഡിലീറ്റ് ചെയ്യണം. അവര് ചോദിച്ചാ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയതാണെന്ന് പറഞ്ഞാൽ മതി. ഇത് അന്വേഷിച്ചോണ്ട് ഇനി അവരിങ്ങോട്ട് വരരുത്. ഇനി എങ്ങാനും വന്നാ അപ്പൊ തന്നെ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. ശരി മാഡം. അന്വേഷണം നടത്തി ഈ റിസോർട്ട് വരെ നിങ്ങൾ എത്തി. എന്നിട്ടും എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഇനി ഞാൻ കൂടുതൽ കെയർഫുൾ ആയിരിക്കും. ഇവിടെ എന്താണ് നടന്നതെന്ന് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. കൈലാഷിനെ നിങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷിക്കും. അരവിന്ദ് എവിടെ? അരവിന്ദിന് വേറൊരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്. അവരെ കാത്തു നിർത്തുന്നത് ശരിയല്ലാന്ന് കരുതി അരവിന്ദ് അവരെ കാണാൻ വേണ്ടി പോയി. ഓക്കെ, എന്നാ അരവിന്ദില്ലാതെ നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. യു ബ്രീഫ് ഹിം ലേറ്റർ. ഓക്കെ സർ. സർ. യെസ്, കം ഇൻ. രണ്ടുപേരും ഇരിക്കും. താങ്ക് യു സർ. അദ്ദേഹം ചുമ്മാ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു കരുതി നീ ചാടിക്കയറി ഞങ്ങളുടെ ഒപ്പം വന്നിരിക്കോ? നീ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ആളായ കരുണാകരൻ. ഇവന്മാരൊന്നും അങ്ങനെ തലേ കയറ്റി വയ്ക്കില്ലേ സാറേ. അവരെ തലേ കയറി നിരങ്ങും. ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിലേ അങ്ങനെയൊക്കെ സംഭവിക്കും. അവർക്ക് മാനുഷിക പരിഗണന കൊടുത്താൽ എന്താ പ്രശ്നം? പ്രിയനും മോഹനും നിങ്ങളെപ്പോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സ് ആണ്. ഞാനും ഇവരും ഒരുപോലെയാണെന്നാണ് സാറ് പറയണേ? എന്റെ കണ്ണിൽ അങ്ങനെ തന്നെയാ. ഒരു ചെയറിന് വേണ്ടി ഇത്രയും വഴക്ക് കൂടേണ്ട കാര്യമില്ല. കുറച്ചു നേരത്തേക്ക് താൻ തന്റെ ഈഗോ ഒന്ന് മാറ്റിവെക്കും. നിങ്ങൾ ഇരിക്കേ. ഓക്കെ,
നമുക്ക് വളരെ വലിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ഇനിയും ഒരുപാട് വളരാനാണ് പോകുന്നത്. ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം.